which was censored and released in the theater, was asked to go back to the censor board again, and there have been 24 cuts resorted to because of the threats, and even the protagonists of the movies were depicted as anti-nationalists. If this is a situation in this country, I am fearing that the freedom of speech and expression which is granted to the people would be in peril. This Christian faith and the cross and all the Christians in India, it is opposing KCBC, CBCI, opposing the communists want to insult the Christians in this country. എമ്പുരാൻ അങ്ങനെ പാർലമെന്റിലെ രാജ്യസഭയിലും ചർച്ചാ വിഷയമായി. പാർലമെന്റ് മൊത്തമായിട്ട് എമ്പുരാൻ ചർച്ചാ വിഷയമാകുകയാണ്. എമ്പുരാൻ എവിടെയൊക്കെ പോകണം അല്ലേ? അപ്പോൾ ആ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ജോൺ ബിട്ടാഫ് പാർലമെന്റിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നു. ജോർജ് കുര്യൻ അതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നു. മന്ത്രി ജോർജ് കുര്യൻ. അങ്ങനെ ഒരു ബഹളമയമായ അന്തരീക്ഷം തന്നെയാണ് രാജ്യസഭയിൽ എമ്പുരാൻ സൃഷ്ടിച്ചത് എന്നുള്ളതാണ്. എമ്പുരാൻ്റെ അലയടികൾ അങ്ങനെ രാജ്യസഭയിലും ലോകസഭയിലും ഒക്കെ ആഞ്ഞടിക്കുന്നു. ഇന്നലെയും പാർലമെൻറ്റ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രസ്താവനകളൊക്കെ ഉണ്ടായിരുന്നു. അതുമായിട്ട് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. ഇനിയും എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിനെ പ്രതിക്കൂട്ടി നിർത്താനുള്ള ഒരവസരവും പ്രതിപക്ഷം പാരാക്കത്തില്ല. അതുപോലെ തന്നെ എമ്പുരാൻ എന്ന ചിത്രത്തിൻ്റെ ചില പ്രശ്നങ്ങൾ പ്രതിപക്ഷവും ആയുധമാക്കും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. വിവാദങ്ങൾ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് പാർലമെൻറ്റിലും ശബ്ദാനമായ അന്തരീക്ഷത്തിന് സാക്ഷിയായത്. ഇതിനിടയിൽ നമ്മൾ നോക്കിക്കരുന്ന ചില സംഗതികൾ എന്ന് പറയുന്നത് എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട കളക്ഷൻ റിപ്പോർട്ടുകളാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അപ്പോൾ ഇന്നലെ ട്രാക്കേഷ് നൽകുന്ന റിപ്പോർട്ട് പ്രകാരം ഇന്ന് 4 മണിക്ക് കിട്ടിയ വിവരമാണ്. അതും പ്രകാരം 4 മണി വരെ 4,34,00,000 രൂപയാണ് ട്രാക്കർമാർ നൽകുന്ന ബുക്കിങ്. അതുപോലെ തന്നെ 2331 ഷോയുടെ ട്രാക്കേഷ് റിപ്പോർട്ടാണ് ഈ വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നും 7 കോടി രൂപ 7 കോടി രൂപ റേഞ്ചിൽ തന്നെ ഇന്നും പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്നു. അപ്പം കേരളത്തിൽ നിന്ന് വമ്പൻ കളക്ഷൻ തന്നെയാണ് ഉണ്ടാകുന്നത്. ഇന്നലെ വേൾഡ് വൈഡായിട്ട് ഇച്ചിരി ഇടിവ് നേരിട്ടതായിട്ട് നമ്മൾ കളക്ഷനിൽ കാണുന്നുണ്ട്. 17 കോടി മാത്രമേ ഇന്നലെ നേടിയുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ചിത്രം ഇറങ്ങിയതിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ കളക്ഷനാണ് ഇന്നലെ 17 കോടി. ഇന്ന് അതിലും കുറയാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഇന്നും ഒക്കെ വർക്കിംഗ് ഡേ ആണ്. ഇനി ശനിയും ഞായറും ഒക്കെ ഇത് കത്തിക്കയറും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പം 2 കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഒന്ന്, കേരളത്തിലെ ഏറ്റവും വലിയ മലയാള സിനിമ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടിയ കളക്ഷൻ നേടിയ രണ്ട് ചിത്രങ്ങളായിരുന്നു നമ്മുടെ പുലിമുരുകൻ. പുലിമുരുക ആ പുലിമുരുകൻ ഇറങ്ങിയിട്ട് 85 കോടി രൂപയായിരുന്നു കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തത്. അതുപോലെ അത് തകർന്നത് വർഷങ്ങൾക്ക് ശേഷം 2018 ആ വെള്ളപ്പൊക്കത്തിൻ്റെ കഥ പറഞ്ഞപ്പോൾ 89 കോടി കളക്ട് ചെയ്ത് കേരളത്തിൻ്റെ ആ റെക്കോർഡ് തകർത്ത് കളഞ്ഞു പുലിമുരുകൻ്റെ. അത് തിരിച്ചു പിടിക്കാനുള്ള പ്രയത്നത്തിൽ തന്നെയാണ് ലാലേട്ടൻ്റെ എമ്പുരാൻ. ഇപ്പം നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം ഇന്നത്തെ കളക്ഷൻ കൂടെ ആയുമ്പോൾ 70 കോടിക്കടുത്തെങ്കിലും എത്തും എന്ന്. ഇനിയും 19 കോടി വരും ദിവസങ്ങളിൽ 2-3 ദിവസത്തെ കാര്യമേ ഉള്ളൂ. ഇപ്പോൾ ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ തകർക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ 89 കോടിയല്ല ഉദ്ദേശിക്കുന്നത്, അതുക്കും മേലെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു 100 കോടിക്ക് മുകളിലുള്ള ഒരു റെക്കോർഡ് തന്നെ എമ്പുരാൻ മലയാള സിനിമയിൽ തീർക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഉടനെയൊന്നും ആരും പിടിക്കരുത് അല്ലേ. ഇനിയും ഇത് തകർക്കാൻ വീണ്ടും ഒരു മോഹൻലാൽ ചിത്രം വരേണ്ടി വരും, ഒരു പ്രാവശ്യം കൂടി വരേണ്ടി വരും. ആ അവസ്ഥയിലേക്ക് എത്തണം. ഒരു 100-125 റേഞ്ചിലൊക്കെ ഈ ചിത്രം പോകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുക്കും മേലെ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ചെറിയ സംസ്ഥാനമാണ്, 3.5 കോടി ജനങ്ങളേ ഉള്ളൂ. സിനിമ കാണുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അതിൽ തന്നെ 10-35 ലക്ഷം ആൾക്കാരും
ഇന്ത്യ ഒട്ടാകെ സിനിമ കണ്ടു എന്നുള്ളതും നമ്മൾ നോക്കിക്കാണണം. ബുക്ക് മൈ ഷോയിൽ നിന്നാണ് ബാക്കിയുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുമില്ല. തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുക്കുന്നവരൊക്കെ ഉണ്ട്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ബുക്ക് മൈ ഷോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ മണിക്കൂറിലും 17,000 ടിക്കറ്റ് ബുക്ക് മൈ ഷോയിലൂടെ റിസർവ് ചെയ്ത് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യ സമയത്ത് ബുക്ക് മൈ ഷോയെ ആശ്രയിക്കുന്നത് പോലെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ആശ്രയിക്കാറില്ല. കാരണം നമ്മൾ പോയി ടിക്കറ്റ് എടുക്കാനാണ് സാധ്യത പോലെ. കാരണം സാമ്പത്തികവും ചില ലാഭം ഉണ്ടാകും. അതുകൊണ്ട് തിരക്കൊന്നും ടിക്കറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ അടുത്തുള്ള തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുക്കാനേ ശ്രമിക്കത്തുള്ളൂ. അത് ബുക്ക് മൈ ഷോയിൽ പ്രതിഫലിക്കണമെന്നില്ല. നമ്മൾ പടം റിലീഫായി ആദ്യ ദിവസങ്ങളിൽ ടിക്കറ്റ് കിട്ടാതെ വരുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യും. അത് പിന്നെ ഉണ്ടാകണമെന്നില്ല. നമ്മുടെ ഫൗവരും അൻഫറും നമ്മൾ തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുക്കാനേ ശ്രമിക്കത്തുള്ളൂ. അതുകൊണ്ടാകാം ബുക്ക് മൈ ഷോയിൽ ഇങ്ങനെ ടിക്കറ്റിൻ്റെ എണ്ണം 7,000 മണിക്കൂർ കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ സിക്കന്ദറും ധീരാ ധീരാ സൂര എന്നീ ചിത്രങ്ങൾക്കൊക്കെ കിട്ടുന്നതിനേക്കാൾ 3 ഇരട്ടി തുക തന്നെയാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ധീരാ വീര വിക്രമൻ്റെ ചിത്രം 1000 ചില്ലുവാൻ ടിക്കറ്റ് മണിക്കൂർ വിൽക്കുന്നുള്ളൂ. ആ സ്ഥാനത്ത് 7,000 ടിക്കറ്റ് ഇപ്പോഴും എമ്പുരാൻ വിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത്. പിന്നെ നമ്മളൊരു കളക്ഷൻ നോക്കിക്കാണുന്ന കളക്ഷൻ റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു മലയാള സിനിമ ലോകമെമ്പാടുമായി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ്. 241 കോടി രൂപയാണ് നേടിയത്. അത് എമ്പുരാൻ തകർക്കുമോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഇന്നത്തെ കളക്ഷനും കൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 230-32 റേഞ്ചിൽ എത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ നാളെ കൊണ്ട് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ തകർക്കാനാണ് സാധ്യത കൂടുതൽ. 241 എന്നുള്ളത് വളരെ നിസ്സാരമായി എമ്പുരാനെ തകർക്കാൻ പറ്റും. മഞ്ഞുമൽ ബോയ്സ് 75 ദിവസം കൊണ്ടാണ് ഈ റെക്കോർഡ് ഇടുന്നത്. ഇത് കേവലം ഒരാഴ്ചയായുള്ളൂ ചിത്രം ഇറങ്ങിയിട്ട്, അല്ലേ? 10 ദിവസം കൊണ്ട് തന്നെ 250-300 റേഞ്ചിലേക്കുള്ള പ്രയാണം തന്നെയാണ് എമ്പുരാൻ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മഞ്ഞുമൽ ബോയ്സിൻ്റെ റെക്കോർഡ് നിശ്ചയമായിട്ടും തകരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ കേരളത്തിൽ നിന്ന് കിട്ടിയ ഒരു മലയാള ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ കളക്ഷനും, മലയാളമെന്നല്ല ഏത് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ കളക്ഷനും 89 കോടി എന്നുള്ളതും എമ്പുരാൻ നിഷ്പ്രയാസം തകർക്കും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പം എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട പുതിയ പുതിയ വാർത്തകൾക്കും വീഡിയോകൾക്കും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനലൊന്ന് കാണാൻ മറക്കരുത്. അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എമ്പുരാൻ വിശേഷങ്ങൾ ഇവിടെ കൊണ്ടും തീരുന്നില്ല. ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളുമൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും എത്താം. അതുവരെ എല്ലാവർക്കും ശുഭരാത്രി, ഗുഡ് നൈറ്റ്.